ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് നെന്മാറ നെല്ലിക്കുളങ്ങര ഭൗതി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ തൊഴാനായിട്ട്. അപ്പോൾ നെന്മാറ വേല കഴിക്കുന്ന ക്ഷേത്രം, അപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകും. നെല്ലിക്കുളങ്ങര ഭൗതി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ നെല്ലിക്കുളങ്ങര ഭൗതി ക്ഷേത്രത്തിൽ കയറി തൊഴുതതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ നെന്മാറ വേലയുടെ ചരിത്രം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടകര നായർ എന്ന് പറയുന്ന അദ്ദേഹം നെല്ലിയാമ്പതി വനത്തിൽ നിന്നും വരികയായിരുന്നു. തൻ്റെ ഉണങ്ങിയ ഇലകൾ കൊണ്ടുള്ള കുടയിൽ ഭഗവതി കുടുകൊണ്ടുവെന്നും പിന്നീട് നെന്മാറയിലെ കോതക്കുളക്കരയിൽ വെച്ച് കുട എടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവിടെ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പതികാരത്തിലെ കണ്ണകി മധുര ദഹിപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങുന്ന വഴിയിൽ നെല്ലിയാമ്പതി കാടുകളിൽ വന്നിരുന്നുവെന്നും അവിടെ വെച്ച നെല്ലിക്ക എറിഞ്ഞപ്പോൾ അത് വല്ലങ്ങിയിൽ വന്നു വീണുവെന്നും പറയപ്പെടുന്നു. ഈ നെല്ലിക്കയാണ് നെല്ലിക്കുളങ്ങര ഭഗവതിയായി ആരാധിക്കപ്പെടുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളീ കാണുന്നത് വല്ലങ്ങിക്കാരുടെ പന്തൽ പണി നടക്കുന്നതാണ് കാണുന്നത്. നേരത്തെ കണ്ടത് നെന്മാറക്കാരുടെ പന്തൽ പണി നടക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.